ഹക്കീമേ ഇവിടെ വന്നേ. അല്ലടാ നീ പോകുന്ന കാര്യം ഉപ്പനോട് പറഞ്ഞില്ല? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്താ ഇപ്പൊ ഗൾഫിലുള്ളന്നേ വിസ കുറെ ചോദിച്ചല്ലേ, അന്ന് അയച്ചു തന്നിട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ വേറെ ആൾ അയച്ചു തന്നിട്ടല്ലേ പോണത്. പറയണ്ട. എടാ പോകുന്ന സമയത്തെങ്കിലും നിനക്ക് ഉപ്പാനോട് മര്യാദയ്ക്കൊന്ന് സംസാരിച്ച് നല്ല രീതിയിൽ പോയിക്കൂടായിരുന്നോ? വേറെ എന്തെങ്കിലും പറയണ്ട നിങ്ങൾക്ക്? അല്ലടാ ഇജ്ജ് നാളെ എപ്പോഴാ പോണ്? നാളെ വൈകുന്നേരം. എവിടുക്കാണടാ? അബുദാബിക്ക. അല്ല കുട്ടിയെ, അത്യാവശ്യം ശമ്പളം കിട്ടുന്ന ഒരു പണി എനിക്ക് ഇവിടെ ഇല്ലേ? അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇജ്ജ് പോണാണ്ട്. എന്ത് ശമ്പളം കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു? എനിക്ക് ഇവിടെ കിട്ടുന്ന ശമ്പളം തന്നെ അവിടെ പോയാലും ബാക്കിയാവുള്ളൂ. അത് നിങ്ങൾ 35 കൊല്ലത്തെ അനുഭവം ആവൂലേ? നിങ്ങൾ പോയ അന്നത്തെ ഗൾഫൊന്നല്ല ഇപ്പോഴത്തെ ഗൾഫ്. നിങ്ങളൊക്കെ പോയിട്ട് എന്താ ഉണ്ടാക്കിയത്? നിങ്ങളെ കൂടെ ഉള്ളവരൊക്കെ വലിയ വലിയ വീടും പറമ്പും ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയാണ്. നിങ്ങൾക്ക് എന്നും ഓരോ ന്യായങ്ങളുണ്ടാവും പറയാൻ. ഒരു വിസ അയച്ചു തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്തില്ല. ഇപ്പം എൻ്റെ സ്നേഹിതൻ്റെ വാപ്പയാണ് അയച്ചത്. ഓരോടത്തേക്ക് ഞാൻ പോണത്. ഗൾഫ് പോയാൽ എന്താ ഉണ്ടാക്കലെന്നോ എങ്ങനെ പൈസ ഉണ്ടാക്കലെന്നോ ഞാൻ കാണിച്ചല്ലേ. ഇജ്ജ് കേട്ടില്ലേ? നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. ഓൻ്റെ വിവരമില്ലായ്മ കൊണ്ട് ഓനതൊക്കെ അങ്ങനെ പറഞ്ഞതാ. ഈ എന്താ അർജൻറ്റായിട്ട് നാട്ടിൽ പോകേണ്ടി പറഞ്ഞിട്ടു? നാട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലടാ, നാട്ടിലൊന്ന് പോകണം. വന്നിട്ടൊരു വർഷമായി. ബാപ്പാനൊന്ന് കാണും. എന്ത് ഇപ്പാക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? അസുഖമൊന്നുമില്ലടാ. ബാപ്പാനൊന്ന് കാണും. വന്ന കട ഇതുവരെ വീടിയിട്ടില്ല. വേറെ കടങ്ങൾ വേറെ. ഇതുവരെ എന്ത് സമ്പാദിച്ചെന്ന് ചോദിച്ചാലേ വാപ്പാൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു. എൻ്റെ വാപ്പയാണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കി. മടുത്തു. അയ്യാ എല്ലാം മതിയാക്കി പോകണം. പോയിട്ട് വാപ്പാൻ്റെ കാലിൽ വീണിട്ട് മാപ്പ് ചോദിക്കണം. വാപ്പാൻ്റെ കയ്യിൽ നിറച്ച് തഴമ്പുണ്ട്. ആ തഴമ്പിൽ മുത്തം വെക്കണം. ഞങ്ങളെ 4 മക്കളെ അല്ലല്ലാതെ വളർത്തി വാപ്പ. അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് വീടുണ്ടാക്കിയതെന്ന് ചോദിക്കണം. അതിന് വേണ്ടിയിട്ട് എത്ര കാലം പട്ടിണി കിടന്നെന്ന് ചോദിച്ചു. വീടും കുടുംബമൊക്കെ വിട്ടിട്ട് 35 വർഷം എങ്ങനെ ഈ മരുഭൂമിയിൽ കഴിഞ്ഞെന്ന് എനിക്ക് ചോദിക്കണം. എനിക്ക് ഉപ്പ വെച്ച വീട്ടിൽ അഭിമാനത്തോടെ കിടക്കണം. ഒരു വാക്കുകൊണ്ട് നോക്കുകൊണ്ട് നോവിക്കാതെ ഇനിയുള്ള കാലം ഉപ്പാനെ നോക്കണം. അതിന് പോകണം. 35 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ അയാൾ ഒന്നും സമ്പാദിച്ചില്ല. ഒരുപക്ഷെ അത് അയാളുടെ ഭാഗ്യദോഷമായിരിക്കാം. അല്ലെങ്കിൽ അർഹതപ്പെടാത്തത് നേടാൻ അയാൾ ശ്രമിക്കാതിരുന്നതാകാം. എന്തായാലും ആ ഉപ്പയെ മകൻ തിരിച്ചറിഞ്ഞു. ആ മകൻ തിരിച്ചറിഞ്ഞത് സാധാരണക്കാരനായ ഓരോ പ്രവാസിയുടെയും അവസ്ഥയും കൂടെയാണ്.